വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ കല്ലുവിനെയും കൊണ്ടാണ് കേട്ടോ ഒരു യാത്ര പോകുന്നത്. കല്ലു ഇങ്ങനെ രസിച്ചിരിക്കുകയാണ്, എങ്ങോട്ടാണെന്നറിയാതെ. ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഞാൻ അവളെ ഒരുക്കിയത്. പക്ഷെ വല്ല പ്രയോജനം ഉണ്ടായിരുന്നു. അവസാനം ദിഗംബരന്റെ കണ്ണ് ഞാൻ വൈപ്സും കൊണ്ട് മായ്ക്കേണ്ടി വന്നു. കല്ലുവിന് യാത്ര പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ വണ്ടി കയറി കഴിഞ്ഞാൽ അപ്പോഴേ പുള്ളിക്കാരി അങ്ങ് ഉറങ്ങും. ഇന്ന് നമുക്ക് വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. പിന്നെ നമുക്ക് കല്ലുവിന് കുറച്ച് സാധനങ്ങൾ മേടിക്കാറുണ്ട്. അത് കഴിഞ്ഞ് മെയിനായിട്ട് നമുക്ക് നമ്മുടെ വണ്ടിയാണ് കാണാൻ പോകേണ്ടത്. നമുക്കൊരു കുഞ്ഞ് ട്രാവലർ ഉണ്ട് കേട്ടോ. നമ്മുടെ അനിയൻ്റെ 8 വർഷത്തെ ആഗ്രഹമായിരുന്നു അവന് ട്രാവലർ സ്വന്തമായിട്ട് മേടിക്കണമെന്ന്. പക്ഷേ ട്രാവലർ കൈ കിട്ടിക്കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഗൾഫിൽ പോയി. അതിന്റെ വിഷമത്തിൽ ഇരിക്കുകയാണ് ഇപ്പം. ചേട്ടൻ്റെ അനിയൻ്റെ ആഗ്രഹങ്ങൾ വിമാനം പോലാണ്. പക്ഷേ കയ്യെത്തി പിടിക്കാൻ പറ്റില്ലെന്ന് മാത്രം. ആദ്യം നമുക്ക് വണ്ടി എടുത്തിട്ട് പോകാമെന്ന് കരുതി. അപ്പോൾ നമ്മൾ വണ്ടി വണ്ടി എടുത്തിട്ട് പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇവിടെ അടുത്തുള്ളൊരു ഷോപ്പിൽ തന്നെയാണ് കേട്ടോ വണ്ടി കൊടുത്തിരിക്കുന്നത്. വണ്ടിക്ക് എന്തോ ചെറിയൊരു വർക്ക് ഉണ്ടെന്ന് പറഞ്ഞാണ് കൊണ്ടുപോയത്. ആഴ്ച ഒന്നായി. അങ്ങനെ തന്നെ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തോട്ട് എത്തുകയാണ് കേട്ടോ. കല്ലു എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടോ. ഇടയ്ക്കൊക്കെ പാട്ടൊക്കെ പാടുന്നുണ്ട്. അവളുടെ ഭാഷയിലായതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് മാത്രം. അങ്ങനെ നമ്മൾ നമ്മുടെ വണ്ടിയുടെ എടുത്തോട്ടി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങി നമ്മളാണ്ട് കല്ലിനെയും കൊണ്ട് വണ്ടി കാണാൻ വേണ്ടി പോവുകയാണ്. കല്ല് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ കാണുന്ന മുതലാണ് നമ്മുടെ വണ്ടി. കലിസിൻ്റെ പേരാണ് കേട്ടോ നമ്മൾ വണ്ടി കിട്ടേക്കുന്നത്. പിന്നെ ഒരുപാട് നാളായി നമ്മൾ ഈ വണ്ടി കണ്ടിട്ട്. ഒരാഴ്ച എന്തോ ഒരു ചെറിയൊരു വർക്ക് ഇതിനകത്തുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോയതാണ്. അപ്പം ഇന്നാണ് എല്ലാം ശരിയായി കിട്ടിയത്. ഞാൻ അതിൻ്റെ അകത്തൊക്കെ കയറി നോക്കിയാണ് എവിടെയാണ് വർക്കൊക്കെ ചെയ്തതെന്ന്. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ കണ്ടു കഴിഞ്ഞ് നമ്മളാണെങ്കിൽ ഇനിയും പോവാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ നിന്ന് അത് കഴിഞ്ഞിട്ട് നമ്മൾ നാണ്ട് പോവാണ്. ഞാൻ കല്ലുവിനെ വിളിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ കല്ലു മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ നമ്മൾ തിരിച്ച് പോവാണ് കേട്ടോ. കണ്ട കല്ലു ടാറ്റയൊക്കെ കൊടുക്കുവാന്ന്. ഇനി നമുക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാറുണ്ട്. അത് മേടിച്ച് കഴിഞ്ഞിട്ട് കല്ലുവിനെ ആണെങ്കിൽ വീട്ടിൽ കൊണ്ടുവന്ന് അമ്മ എടുത്താക്കണം. അത് കഴിഞ്ഞിട്ട് എനിക്ക് ജഗലേട്ടൻ്റെ കൂടെ ഷോപ്പിലേക്കുള്ള സ്റ്റോക്ക് എടുക്കാൻ പോകണം. ഇന്ന് ഞാനും കൂടെ പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് കല്ലുവിനെ അമ്മ എടുത്തുകൊണ്ടാക്കിയിട്ട് നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 8:30 ആയേ. നമ്മൾ മടത്തര വരെ പോകണം നമുക്ക്. അങ്ങനെ നമ്മൾ പൊക്കൊണ്ടിരിക്കുകയാണ്. പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ജോളിയായിട്ട് പൊക്കൊണ്ടിരുന്നപ്പോഴാണ് ജഗലേട്ടൻ്റെ ഗൂഗിൾ പേ വർക്ക് ചെയ്യത്തില്ല എന്നുള്ള നഗ്ന രഹസ്യം എൻ്റെ അടുത്ത് വെളിപ്പെടുത്തിയത്. സാരമില്ല, ഗൂഗിൾ പേ ഇല്ലെങ്കിലും കുഴപ്പമില്ല, കയ്യിൽ പൈസ ഉണ്ടല്ലോ, അത് മതി എന്ന് പറഞ്ഞപ്പോഴാണ് കയ്യിലും 5 പൈസ എടുക്കാനില്ല എന്നുള്ള കാര്യം പറഞ്ഞത്. എൻ്റെ അടുത്ത് ചോദിക്കുക എൻ്റെ പൈസ ഉണ്ടോ. പിന്നെ എന്നെ പറ്റിക്കാൻ വേണ്ടി ചുമ്മാ തമാശ പറഞ്ഞതാണെന്ന് വിചാരിച്ച് ഞാൻ കുറച്ചു നേരം അനങ്ങാതങ്ങിയിരുന്നു. എളുപ്പവഴിക്ക് ഏതോ കുറുക്കുവഴി കൂടെ ഒക്കെ പോയി ചാടിയട്ടോ. അവസാനം വഴി അങ്ങ് തെറ്റി. പിന്നെ ഗൂഗിൾ അമ്മച്ചിയുടെ സഹായമൊക്കെ തേടി ഞങ്ങൾ ഇങ്ങനെ അങ്ങ് വഴിയൊക്കെ പുള്ളിക്കാരൻ അറിയായിരുന്നു. പക്ഷേ അത് എന്നെ പേടിപ്പിക്കാനുള്ള വഴിയായിരുന്നു. പിന്നെ എനിക്ക് മനസ്സിലായത് കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ട് പോയിട്ട് വണ്ടി ഒന്ന് തിരിച്ചിട്ടുണ്ട് നമുക്ക് സുമതി വളവിൻ്റെ അതിൽ കൂടെ പോകാമെന്ന് പറഞ്ഞിട്ട് എന്നെ പേടിപ്പിച്ച് സത്യമായിട്ട് എന്നെ നെഞ്ചി പടപടപടാന്നിടിയായിരുന്നു. പോവണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ട് ആ വഴി കൂടെ തന്നെ പോയി. പക്ഷെ അത് സുമതി വളവൊന്നും അല്ലായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ സത്യമായിട്ടും ഞാൻ വളരെ നന്നായിട്ട് പേടിച്ചു. എന്നിട്ട് എനിക്ക് പേടിയില്ല എന്നുള്ള മട്ടിൽ ഞാൻ അങ്ങ് ഇരുന്ന് കേട്ടോ. പക്ഷെ ഉള്ളിൽ നല്ല നല്ല പേടിയുണ്ടായിരുന്നു. Left onto Thiruvananthapuram, Themmala Road, then slide right onto Punnamanvayil Road. അങ്ങനെ നമ്മൾ ജഗലേട്ടൻ്റെ സുമതി വളവൊക്കെ കഴിഞ്ഞ് ഇതാ ജഗലേട്ടൻ്റെ കൂട്ടുകാരൻ്റെ ഷോപ്പിൽ എത്തിയേട്ടോ. അവിടെയാണ് സ്റ്റോക്ക് കൊണ്ടുവച്ചിരിക്കുന്നത്. ജഗലേട്ടന് പോകാൻ പറ്റാത്തതുകൊണ്ട് ആ ചേട്ടൻ സ്റ്റോക്ക് എടുക്കാൻ പോയപ്പോൾ നമുക്കൂടെ വേണ്ടി എടുത്ത് ആ ചേട്ടൻ്റെ ഷോപ്പിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ്. നമ്മൾ അത് എടുക്കാൻ വേണ്ടിയിട്ടാണ് വന്നത്. അങ്ങനെ ആ ചേട്ടൻ്റെ കടയിലോട്ട് നമ്മൾ കയറുകയാണ് കേട്ടോ. ഇപ്പോൾ സമയം ഒരു 9-9:15 ആയി കേട്ടോ. അതുകൊണ്ട് ഇതാണ് ആ ചേട്ടൻ്റെ ഷോപ്പ്. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ളൊരു ഷോപ്പാണ് കേട്ടോ. പിന്നെ ജയലേട്ടൻ ആ ചേട്ടനോട് കാര്യമൊക്കെ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ ഞാനാണെങ്കിൽ അതിൽ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ഒരു വീഡിയോ ഒക്കെ എടുക്കുമായിരുന്നു കേട്ടോ. പിന്നെ അവിടെ ഒരു കണ്ണാടി ഉണ്ടപ്പോൾ ജസ്റ്റ് ആ കണ്ണാടിയിലോട്ടൊക്കെ നോക്കി ചെറിയൊരു പട്ടിഷോയൊക്കെ കാണിക്കുകയാണ് അവിടെ നിന്ന്. പിന്നെ സ്റ്റോക്കൊക്കെ എടുത്തുകൊണ്ട് കാറെ കൊണ്ടുവച്ച് നമ്മൾ തിരിച്ച് പോകാൻ തുടങ്ങാം കേട്ടോ. അങ്ങനെ നമ്മൾ വണ്ടിക്കകത്ത് കയറി നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. സുമതിയുടെ കാര്യം മനസ്സിലിരിക്കുന്നതുകൊണ്ട് ജയലേട്ടനോട് ഞാൻ പറഞ്ഞു നമുക്ക് ആ വഴി പോകേണ്ട വേറെ വഴി കൂടെ പോകാം എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു ഒറ്റ വഴിയേ ഉള്ളൂ, ആ സ്ഥലത്തുമ്പോൾ നീ കണ്ണടച്ചിരുന്നെങ്കിൽ മതി, ഞാൻ പറയാമെന്ന് പറഞ്ഞു. പിന്നെ മനസ്സിൽ പേടിയുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ ആ സ്ഥലം കണ്ടു കഴിഞ്ഞാൽ ആരായാലും പേടിച്ചു പോകും. ആ ഒരു കുറച്ച് ഭാഗത്ത് വീടോ ആൾക്കാരോ താമസമോ ഒന്നും തന്നെ ഇല്ല. ആ ഒരു അന്തരീക്ഷമൊക്കെ കണ്ടപ്പോൾ ജയലേട്ടൻ വിചാരിച്ച് എന്നെ എന്നാ ഒന്ന് പേടിപ്പിച്ചേക്കാണ്. ഇനി കുറച്ചേരം ഞാൻ സുമതിയുടെ കാര്യമേ ചിന്തിക്കുന്നില്ല. കാരണം എനിക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ജയലേട്ടനോട് പറഞ്ഞു എനിക്ക് വിശക്കുന്നുണ്ട്, ഏതിലൊരു കടയിൽ നിർത്തണമെന്ന്. അങ്ങനെ നല്ല ബ്രോസ്റ്റഡ് സ്പൈസി എന്ന് പറഞ്ഞൊരു കടയിലാണെങ്കിൽ നമ്മൾ നിർത്തി. അങ്ങനെ നമ്മൾ അങ്ങോട്ട് കയറിയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ കയറി കേട്ടോ. കയറി നമ്മൾ കൈയൊക്കെ കഴുകിയിട്ട് അവിടെ ഇരിക്കുകയാണ്. ബ്രോസ്റ്റൊക്കെ മേടിക്കാം എന്ന് പറഞ്ഞിട്ട് കയറിയിട്ട് പിന്നെ ജയിലൊക്കെ അത് വായിച്ചു. ഞാൻ ചോദിക്കും ഇങ്ങനെ ഇത് എന്തിന് വായിക്കുന്നതിന് കുറച്ച് നേരം ഞാൻ വായിക്കാം എന്നുള്ള മട്ടിൽ ഞാൻ അവിടെ ഇട്ടിരുന്നു. അതിൻ്റെ പിന്നെ ഞാൻ ലൈമാണ് പറഞ്ഞു കേട്ടോ. പിന്നെ ബ്രോസ്റ്റൊക്കെ വന്നു, അത് കഴിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു ചേട്ടാ എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കൊള്ളാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാനും കഴിക്കാനെ കൊണ്ട് തുടങ്ങി. അങ്ങനെ ഞങ്ങൾ ഇന്ന് കഴിച്ച ബ്രോസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും ലാവശ്യമായിട്ട് കഴിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ ചേട്ടാ എൻ്റെ അടുത്ത് എന്തോ ഉണ്ടാകും ചോദിച്ചപ്പോൾ ഞാൻ അതിന് എന്തോന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളെല്ലാം ഫിനിഷ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ച് പോവുകയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചിട്ട് നമ്മൾ 5-ൽ എത്തിയിരിക്കുകയാണ്. ഇനി നമ്മുടെ സാധനങ്ങളെല്ലാം കൊണ്ടുവന്ന് ഷോപ്പിൽ വെച്ചിട്ട് വേണം നമുക്ക് വീട്ടിൽ എത്താനെ കൊണ്ട്. അങ്ങനെ നമ്മൾ നമ്മുടെ ഷോപ്പിൽ എത്തി. ഇനി സാധനങ്ങളെല്ലാം കൊണ്ടുവയ്ക്കണം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ.